അപ്പോൾ നമ്മുടെ വണ്ടി വന്നു എന്ന് അറിഞ്ഞില്ല. നമ്മളിനി PDA ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ PDAയുടെ കാര്യങ്ങളോട്ട് കിടക്കാം. വണ്ടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് ഇപ്പോൾ കാണാൻ പോകുന്നേ ഉള്ളൂ. വണ്ടി വരുന്ന വീഡിയോ പോയി കാണാം. എക്സൈറ്റഡ് ആണോ വണ്ടി കാണാൻ? മഹീന്ദ്ര ഷോറൂമിനകത്തിരിക്കുകയാണ്. ഇഷ്ടംപോലെ വണ്ടികൾ, മഹീന്ദ്രയുടെ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇപ്പോൾ കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഒരു PDA ചെയ്യണമല്ലോ. അപ്പോൾ ആ PDA ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് വണ്ടി ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ ഫുൾ ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. അപ്പം തൽക്കാലം നമ്മളിപ്പം വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്നത്, നമ്മളിപ്പം വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ കുറേ സ്വിച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സ്വിച്ചസ് ഒക്കെ വർക്ക് ചെയ്യാമെന്നാണോ നോക്കുക. എല്ലാ സ്വിച്ചസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം അതുകൊണ്ട് വീണ്ടും ഞാൻ ട്രൈ ചെയ്യില്ല. പക്ഷേ ഈ ഇഷ്ടം പോലെ ഇവിടുത്തെ ലൈറ്റ് സ്വിച്ചസും പിന്നെ വൈപ്പർ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ, പിന്നെ മറ്റേ വോളിയം മീഡിയ കൺട്രോൾസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വർക്കിംഗ് ആണോ നോക്കാം. പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ്, നമ്മുടെ ഈ ടച്ചിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കുക. പിന്നെ നമുക്ക് വർക്കിംഗ് നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ കുറേ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി നമുക്കിവിടെ ഉണ്ടോ വോളിയം കൂട്ടാനും പിന്നെ അവിടെ കുറേ സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഓരോ ബട്ടൺസ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് നോക്കണം. പിന്നെ നമ്മുടെ AC സ്വിച്ചസ്, ബാക്കിയുള്ള ഈ സ്വിച്ചസ് എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ക്യാമറ 360 ഡിഗ്രി ക്യാമറയാണ്. അപ്പം അതിൻ്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ എല്ലാ ഓപ്ഷൻസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും ഈ അകത്ത് നമ്മൾ ചെയ്യുന്ന ഇത്രയാണ് ബേസിക്കലി. നമ്മൾ ഈ എല്ലാ ഈ കാണുന്ന എല്ലാ സ്വിച്ചസും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നതെല്ലാം ഓക്കെയാണെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഈ റെസ്പോൺസീവ്നെസ് നോക്കാം. അത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഇലക്ട്രിക് കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ ഈ ബട്ടൺസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. പിന്നെ അതാണ്ട് ഇവിടെ കുറേ സ്വിച്ചസ് ഉണ്ട്, നമ്മുടെ സൈഡ് ഗ്ലാസിൻ്റെയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇതിപ്പോൾ നമുക്കിപ്പം മിറർ ലോക്ക് ചെയ്യാനായിട്ട്, ഇത് മിറർ അൺലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ബട്ടൺസ് എല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാം അകത്ത്. പിന്നെ നമുക്ക് ഇത് 1 ടച്ച് ആണ്. അപ്പോൾ അതോടെ നോക്കാം. യെസ്, അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. ബാക്കി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുള്ള് വണ്ടി ഒന്ന് ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും, അതായത് നമുക്ക് സൈഡ് പോസ്റ്റിൽ നിന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും നമുക്ക് ഡെൻഡോ സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം. നമ്മളിത് ഒരു റൗണ്ട് ഫുൾ നോക്കി. നമുക്കിങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഇവിടെ ചെറിയൊരു ഒരു ബീഡിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. പക്ഷേ അതൊക്കെ നോർമൽ. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ആകുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊക്കെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് വേറെ എനിക്ക് പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വൈപ്പർ ബ്ലേഡ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മുടെ ടയേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ടയേഴ്സ് ഇപ്പോൾ ഇത് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സാണ് നമുക്ക് വന്നേക്കുന്നത്. അതൊന്ന് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ലൈറ്റാണ് കേട്ടോ, അത്ര ഹാർഡൊന്നും അല്ല. അപ്പം ഒരാൾ ഓടിച്ചാടി വന്നേക്കാണ്. എങ്ങനെയുണ്ട് വണ്ടി? വേണ്ട. അപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. 7 സീറ്ററാണ് ബേസിക്കലി. പക്ഷേ ഈ സീറ്റ് മാറ്റി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് ഡിക്കി അടയ്ക്കാം. ബേസിക്കലി ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ മൊത്തം ഏകദേശം ഒന്ന് കവറായി അല്ലേ. അപ്പോൾ നമ്മുടെ PDA എല്ലാം കഴിഞ്ഞു. നമ്മൾ ഒരു ബേസിക് സാധനം, നമുക്ക് വലിയ അത്രയും നോളജ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ബേസിക്കലി നമുക്ക് നോക്കാൻ പറ്റുന്ന സാധനമെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പേയ്മെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ഡെലിവറി നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ മേളിൽ ഇട്ടേക്കാൻ വന്ന് കണ്ടേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ. അത്ര എന്തെങ്കിലും പറയണ്ടോ? പിന്നെ കാണാം.